Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കുറേ ലേണേഴ്സ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇൻട്രൊഡ്യൂസിങ് പ്രിൻറ്റ് ആൻഡ് ഡിജിറ്റൽ നെറേറ്റീവ്സിലെ ചാപ്റ്റേഴ്സിൻ്റെ ലാസ്റ്റിൽ വരുന്ന എക്സസൈസിൻ്റെ ആൻസേഴ്സ് ഉള്ള വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ദ റോക്ക് എന്ന് പറയുന്ന വീഡിയോൻ്റെ താഴെയാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. സോ അവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ആ ചാപ്റ്റർ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ദ റോക്ക് ബൈ ഗ്രേസി. ഇതിൻ്റെ ഒറിജിനൽ മലയാളം സ്റ്റോറിയും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഈ പേപ്പറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനമുള്ള എക്സസൈസ്. 3 മാർക്കിനുണ്ടാവും, 2 or 3 സെൻറ്റൻസ് എഴുതാൻ. പിന്നെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററിനും എങ്ങനത്തെ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാരഗ്രാഫായിട്ടും 3 സെൻറ്റൻസ് ആയിട്ടും എസ്സേ ആയിട്ടും കൊടുക്കുന്നതിന് പകരം ഈ ഒരു ചാപ്റ്ററിലെ എക്സസൈസ് എക്സ്പ്ലനേഷനിൽ പോയിൻറ്റ്സ് ആക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ട് എക്സാമിന് റിപ്രൊഡ്യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് സെക്ഷൻ അല്ലേ, 2 or 3 സെൻറ്റൻസിൽ എഴുതണ്ടേ. എത്ര ക്വസ്റ്റ്യൻസാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള? ABCDEF. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നരേറ്റ് ദ ബിബ്ലിക്കൽ allusion ഡിസ്കസ്ഡ് ഇൻ ദ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ദ റോക്ക് ബൈ ഗ്രേസി, അതിൽ ഓപ്പണിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുള്ള ബിബ്ലിക്കൽ allusion എന്താണ്, ഒരു ബിബ്ലിക്കൽ റെഫറൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? എൽശബ പറയുന്നുണ്ട് അവളുടെ ഫാദറിൻ്റെ പേര് പീറ്റർ ആണ്, പക്ഷേ അത് കർത്താവ് അല്ലെങ്കിൽ ലോർഡ് പറഞ്ഞ പീറ്റർ അല്ല. ലോർഡ് ബൈബിളിലൊരു പീറ്ററിനെ പറയുന്നുണ്ട്. യു ആർ പീറ്റർ ആൻഡ് ഓൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചേർച്ച്. അതാണത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം പീറ്റർ എന്ന് പറയുന്നത് ഐ തിങ്ക് ക്രിസ്ത്യൻസ് മൈറ്റ് നോ, അതേഴ്സും അറിയുന്നവരുണ്ടായിരിക്കും. ബൈബിളിൽ ജീസസിൻ്റെ അറൗണ്ട് 12 മെസ്സഞ്ചേഴ്സ് ഉണ്ട്. അതിലെ ഒരു മെസ്സഞ്ചർ, ഒരു ദൂതനെ പോലെ, ഒരു അപ്പോസ്റ്റൽ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരാളാണ് പീറ്റർ. ആ പീറ്റർ അല്ല എൻ്റെ ഫാദർ എന്ന് എൽശബ പറയുന്നുണ്ട്. സോ അതാണ് അവിടെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു ലൈന്, യു ആർ പീറ്റർ ആൻഡ് ഓൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചേർച്ച്. മലയാളത്തിൽ ഈ ഒരു ലൈൻ എങ്ങനെയാണ് വരുന്നത്? പത്രോസേ നീ ഒരു പാറയാകുന്നു, അതിന്മേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. പീറ്റർ എന്ന് പറയുന്നത് പത്രോസിനാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇത്ര എഴുതണമെന്നില്ല, 2 or 3 സെൻറ്റൻസിൽ എഴുതേണ്ടതാണ്. നമുക്ക് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻ ദ ഓപ്പണിംഗ് ഓഫ് ദ റോക്ക് ബൈ ഗ്രേസി ദ സ്റ്റോറി റെഫറൻസസ് പീറ്റർ ഫ്രം ബൈബിൾ ഹൂ ഈസ് കോൾഡ് ദ റോക്ക്. അപ്പോൾ ബൈബിളിലെ പീറ്ററിനെയാണ് ദൈവം നീ റോക്കാണ്, നീ പാറയാണ്, അതിന്മേൽ ഞാൻ എൻ്റെ ചേർച്ച് അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ഏർലി ക്രിസ്ത്യൻ ചേർച്ചിൻ്റെ ലീഡറും കൂടി ആയിരുന്നു പീറ്റർ അല്ലെങ്കിൽ പത്രോസ്. ഓക്കെ, സോ ജീസസ് കോൾഡ് ഹിം ദ റോക്ക്. അത് മാത്യു 16:18 ആ വേഴ്സിലാണ് വരുന്നത്. സിംബലൈസിങ് സ്ട്രെങ്ത് ആൻഡ് ഫെയ്ത്ത് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചേർച്ച്. അപ്പോൾ ഈ മാത്യു 16:18 അത് നിങ്ങൾ എഴുതണമെന്നില്ല. എന്താണ് റെഫറൻസ് എന്നുള്ളത് എഴുതിയാൽ തന്നെ യു വിൽ ഗെറ്റ് ദ മാർക്ക്. Peter, also known as Simon Peter, was one of Jesus Christ's 12 apostles and a leader of early Christian church. അപ്പോൾ റിയൽ പീറ്റർ ആരാണ് എന്ന് പറഞ്ഞതാണ്. In the Bible, Jesus told Peter, "You are Peter, and on this rock I will build my church." In the opening of the rock by Gracie, the story references Peter from the Bible. അപ്പോൾ ഈ ഒരു ലൈൻ പറഞ്ഞിട്ട് that Peter is not my father എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, next question, how does Elshaba's father justify making Deenamma a nun? എൽഡർ ഡോട്ടർ ദീനമ്മയെ എൽഷബയുടെ ഫാദർ ഒരു നണ്ണാക്കുന്നുണ്ട്, ഒരു കന്യാസ്ത്രീ ആക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ന്യായം എന്താ? ചേർച്ചിലേക്കൊരു വലിയ സംഭാവന തന്നെ, പള്ളിയിലേക്കൊരു വലിയ സംഭാവന തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ആരെ? തൻ്റെ മൂത്ത മകളെ. ഓക്കെ, സോ ഹി കോൺട്രിബ്യൂട്ടഡ് ടു ബിൽഡിംഗ് ദ ചേർച്ച്. കോൺട്രിബ്യൂട്ടഡ് ഹിസ് എൽഡസ്റ്റ് ഡോട്ടർ ദീനാമയെ കോൺട്രിബ്യൂട്ട് ചെയ്തതുപോലെയാണ് അദ്ദേഹം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ മൃദുല പ്ലേ ഇൻ ദ ഫോർമേഷൻ ഓഫ് എൽഷബാസ് സെൽഫ്ഹുഡ്. അപ്പോൾ എൽഷബയുടെ ഒരു സെൽഫ് ഫോർമേഷനിൽ മൃദുലക്കുള്ള റോൾ എന്താണ്? ഓൾറെഡി എൽഷബയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ചൈൽഡ്ഹുഡ് ഒക്കെ മോശമാണ്.
അപ്പോൾ എൽഷബയുടെ കൊളീഗായിരുന്നു മൃദുല അല്ലേ. മൃദുലക്ക് കിട്ടിയത് ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു ഫാദറിനെയാണ്. ഈവൻ അവളുടെ തലയിൽ രാസ്നാദിപ്പൊടി ഇട്ട് കൊടുക്കും, മുടി കെട്ടിക്കൊടുക്കും, മുടി ചീകി കൊടുക്കും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എൽഷബക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പം മൃദുലയുടെ ഫാദർ അങ്ങനെയാണ് എന്ന് പറയുമ്പോഴും പിന്നെ മൃദുല ഹാപ്പിലി മാരീഡ് ആവുമ്പോഴും അതൊക്കെ എൽഷബ കേൾക്കുമ്പോൾ എൽഷബക്കൊരു തനിക്കിതൊന്നും കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും. സെൽഫ്ഹുഡ് ഭയങ്കരമായിട്ട് ഡിസ്ട്രോയ് ആവും അവൾ. ഓക്കെ, so Mridula is Elshaba's colleague. She's leading a happy life, having a loving father and happily married. Elshaba becomes jealous and more frustrated when she hears the story of Mridula. It hurts her selfhood. Okay, അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 or 3 മാർക്സിനായതുകൊണ്ട് ഇത്ര എഴുതിയാൽ മതി, പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, സൈറ്റ് റീസൺസ് ഫോർ കമ്പയറിങ് ദ ഡോക്ടർ ടു എ ബാക്ക് ബുൾ. ഡോക്ടറിനെ എന്തുകൊണ്ടാണ് ഒരു ബാക്ക് ബുൾ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുമ്പോൾ ഒരു ബൈസണെ പോലെ തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആര്? എൽഷബ. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഓക്കെ, സൈറ്റ് റീസൺസ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് അപ്പിയറൻസ് കാരനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഡോക്ടറിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വരികയാണ്. ആ ടൈമിൽ ഡോക്ടർ അവളെ പരിശോധിക്കുകയാണ്. സോ what are the reasons? It was because of his appearance, his round eyes, narrow forehead and bushy hair. Okay, that is why she felt like comparing the doctor to a black bull. Then why did Elshaba decide to consult a specialist doctor? Elshaba എന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചത്? Because the burden on her chest was increasing. മൃദുലയുടെ സ്റ്റോറി കേൾക്കുമ്പോഴും അവളുടെ ചൈൽഡ്ഹുഡ് ട്രോമയും എല്ലാം കൂടി അവളുടെ ഹൃദയം, ഹാർട്ട് പെയിൻ ഇങ്ങനെ കൂടി വരുന്നത് പോലെ ഫീൽ ചെയ്യാണ്. ദാറ്റ് ഈസ് വൈ ഷീ കൺസൾട്ട് ദ സ്പെഷ്യൽ ഡോക്ടർ അല്ലേ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണുന്നത് അതുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ബിക്കോസ് എവ്രി മോർണിംഗ് ദ ബർഡൻ ഓൺ ഹെർ ചെസ്റ്റ് വാസ് ഇൻക്രീസിങ്. She does not have a loving father or any happiness in life, whereas her colleague Mridula describes of hers that increases her pain. So chest pain കാരണമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണാൻ തീരുമാനിക്കുന്നത്. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ റിപ്ലൈ എ ഡാർക്ക്നെസ് ഫിൽഡ് മൈ ഐസ്. ഗ്രേസിയുടെ ദ റോക്കിലെ ലാസ്റ്റ് ലൈൻസ് ആണിത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ എക്സസൈസ് എക്സ്പ്ലനേഷൻ നോക്കുമ്പം ഈ ചാപ്റ്റർ ജസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് വരണം. ചാപ്റ്റർ നോക്കാത്തവരാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് അടിച്ചുവിട്ട് കണ്ടിട്ടെങ്കിലും വരണം. ഓക്കെ, സോ ദ റോക്കിലെ ലാസ്റ്റ് ലൈൻസ് ആണ് ഇൻ റിപ്ലൈ എ ഡാർക്ക്നെസ് ഫിൽഡ് മൈ ഐസ്. സോ കോമെന്റ് ഓൺ ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. The ending of The Rock by Gracie is ambiguous, leaving room for multiple interpretations. അവസാനം ഇതിൻ്റെ ക്ലൈമാക്സ് എന്താ? ഡോക്ടർ പറയാൻ അവളടുത്ത് അവളെ ഹൃദയത്തിന് പകരം ആ സ്ഥാനത്തൊരു പാറയാണ്, ഒരു റോക്കാണുള്ളത് എന്ന്. അപ്പോൾ അവളത് കേട്ട് പുറത്തിറങ്ങി സൂര്യനെ നോക്കിയിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് നീ എന്താ പണിയാൻ പോകുന്നത് ഈ റോക്കിൻ്റെ പുറത്ത് എന്നുള്ളത് ആകാശത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് റിപ്ലൈ പോലെ ഇൻ റിപ്ലൈ എ ഡാർക്ക്നെസ് ഫിൽഡ് മൈ ഐസ്, അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഇറ്റ് കുഡ് സിംബലൈസ് ദ നരേറ്റേഴ്സ് ഡിസ്പെയർ, ഡിസൊല്യൂഷൻമെൻറ്റ് ഓർ സ്പിരിച്വൽ അവേക്കനിങ്, ഇൻവൈറ്റിംഗ് റീഡേഴ്സ് ടു റിഫ്ലക്റ്റ് ഓൺ ദ സ്റ്റോറീസ് ഡീപ്പർ മീനിങ്. ദ നരേറ്റർ എൽഷബ ഡിഡ് നോട്ട് ഗെറ്റ് എ ഗുഡ് ലൈഫ്, ലവ് എക്സെട്ര. അപ്പോൾ മൊത്തത്തിൽ ട്രോമയാണ് അവളുടെ ലൈഫിലുണ്ടായത്, ഒരു ഗുഡ് ലൈഫൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും ഡാർക്ക്നെസ് ഇസ് ഫീലിംഗ് ഹർ ഐസ്, അങ്ങനെ ഫീൽ ചെയ്യാണ് അവൾക്ക്. വീണ്ടും കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. അപ്പോൾ ഒരു ഹോപ്പ് ഇല്ലാത്ത പോലെയാണ് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റീഡർ. നെക്സ്റ്റ്, ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ റോക്ക്. ദ റോക്ക് എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? എൽഷബക്ക് ഹൃദയത്തിന് പകരം ഒരു കല്ലാണ് എന്ന് പറയുന്ന എടുത്തുണ്ട്. പിന്നെ എന്താ പറയുക, മനസ്സ് കല്ലായിപ്പോയി എന്നൊക്കെ പറയില്ലേ, കുറേ ദുരിതമൊക്കെ അനുഭവിച്ചൊരു മനസ്സെന്തും സഫർ ചെയ്യാനുള്ള ഒരു ഇതിൽ റെഡിയായി, മനസ്സ് കല്ലായി എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്യാം. പിന്നെ ദ റോക്ക് എന്ന് സ്റ്റാർട്ടിങ്ങിലേ പറയുന്നുണ്ട്. പീറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ജീസസ് പറയുന്നത് പീറ്റർ ഒരു പാറയാണ്, അതിൻ്റെ പുറത്ത് ചേർച്ച് പണിയും എന്ന് പറയുന്ന ആ ഒരു റെഫറൻസ് അവിടെയൊക്കെ റോക്ക് വരുന്നുണ്ട്. സോ റോക്ക്
പല രീതിയിലും ഈ ഒരു സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ തന്നെയാണ്. സോ ഇറ്റ് ഈസ് റിയലി എ സ്യൂട്ടബിൾ ടൈറ്റിൽ. The doctor finally tells her that instead of heart, she is having a rock that symbolizes the pain or trauma she has faced in her life and how her heart turned to be like a rock which is heavy. വെയിറ്റുള്ളൊരു റോക്കായി മാറിയത് എങ്ങനെ അവളുടെ ലൈഫ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടും നല്ല ആപ്റ്റാണ് ദ റോക്ക് എന്ന് പറയുന്ന ടൈറ്റിൽ. The word rock also appears in the beginning of the story where a biblical reference comes. അപ്പോൾ ബിബ്ലിക്കൽ റെഫറൻസ് വരുന്നുണ്ട്, അവിടെയും റോക്ക് എന്ന് പറയുന്ന വേർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, ലാസ്റ്റിൽ ഡോക്ടർ റോക്കിൻ്റെ കാര്യം പറയുന്നതും ഓക്കെ, ദെൻ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ബിബ്ലിക്കൽ റെഫറൻസും. എൽഷബ സേസ് her father's name is Peter, but not the Peter in the Bible to whom the Lord proclaimed, "You are Peter the rock, and on this rock I will build my church." ഇതാണത്. അപ്പോൾ ഈ രണ്ട് റെഫറൻസുകളും പറയാം. സോ ഇനി ആ സ്റ്റോറി എഴുതാം. അങ്ങനെ ഒരു 5 മാർക്സിന് 100 വേർഡ്സിന് ഒരു പേജിൻ്റെ ഒരു സൈഡൊക്കെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ ക്യാരക്ടർ ഓഫ് മൃദുല ആസ് എ ഫോയിൽ ടു എൽഷബ. ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ സക്സസ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വരിക, അങ്ങനത്തെ ഒരാളെയാണ് ഫോയിൽ എന്ന് പറയുക. ഓപ്പോസിറ്റ് ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൂടും, മീൻസ് ഓപ്പോസിറ്റ് ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും കൂടെ ശ്രദ്ധിക്കപ്പെടും ഒരു ഫോയിൽ ഉണ്ടാവുമ്പോൾ. ഫോർ എക്സാമ്പിൾ, മൃദുല ഈ ബോസ്റ്റ് ചെയ്യുക, മൃദുല ഇങ്ങനെ അവളുടെ ഹാപ്പി ലൈഫിനൊക്കെ പറ്റി പറയുമ്പം എൽഷബയുടെ ക്യാരക്ടർ ഒന്നും കൂടെ ക്ലിയർ ആയി വരും. ഓക്കെ, ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ പോലെ ഇതാണ്. അപ്പോൾ മൃദുല അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. സോ ഇൻ എനി നരേറ്റീവ് എ ഫോയിൽ ഇസ് എ ക്യാരക്ടർ ഹു കോൺട്രാസ്റ്റ് വിത്ത് അനദർ ക്യാരക്ടർ, ടിപ്പിക്കലി എ ക്യാരക്ടർ ഹു കോൺട്രാസ്റ്റ് വിത്ത് ദ പ്രൊട്ടഗോണിസ്റ്റ് in order to better highlight or differentiate certain qualities of the protagonist. മൃദുല വരുമ്പം അവിടെ എൽഷബൻ്റെ ക്യാരക്ടർ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ മൃദുല ഇസ് ക്ലിയർലി എ ഫോയിൽ ടു എൽഷബ. ഫോയിലാണ് കേട്ടോ. മൃദുല ഇസ് ക്ലിയർലി എ ഫോയിൽ ടു എൽഷബ. ആണ് ഫോയിൽ ടു എൽഷബ. മൃദുല ഹാസ് an entirely different life from Elshaba. Mridula has a caring, loving father who even brushes and plaits her hair, whereas Elshaba's father does not care for his family and is a drunkard. Elshabന്റെ family നേരെ opposite situation ആണ്. Her father does not care her. Mridula is also happily married. All that hurts Elshaba as she has not experienced any kind of love in her life. She actually yearns for a father's love. അപ്പം മൃദുലയും എൽഷബയും തമ്മിലൊരു കമ്പാരിസൺ പോലെയൊക്കെ എഴുതിയാൽ മതി. പിന്നെ ആ ഒരു സ്റ്റോറി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ എൽഷബാസ് ആൻഡ് ദീനമാസ് റെസ്പോൺസസ് ടു പാട്രിയാർക്കൽ ഓപ്രഷൻ. അപ്പോൾ എൽഷബയുടെയും ദീനമ്മയുടെയും റെസ്പോൺസ് പാട്രിയാർക്കൽ ഓപ്രഷനൊക്കെയാണ് ഇതിൽ തീമായി വരുന്നത്. ഫാദറിൻ്റെ ഒരു ഡൊമിനൻസ്, ഫാദർ ഡിസൈഡ് ചെയ്യുക, ഫാദർ കന്യാസ്ത്രീയാക്കാൻ വിചാരിച്ചാൽ കന്യാസ്ത്രീയാക്കുക, അങ്ങനെ ഫാദർ ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്ന ഒരു വീട്. ഫാദർ വെറുതെ ഡിസിഷൻസ് എടുക്കുക മാത്രമല്ല, അത് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ അതിനോട്, ആ പാട്രിയാർക്കിയൽ ഓപ്പറേഷനോട് എൽഷബയും ദീനമ്മയും എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദീനമ്മ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ദീനമ്മ അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു, എതിർക്കാനൊന്നും നിന്നില്ല. ഫാദർ നന്നാക്കി ദീനമ്മേനെ, ഓക്കെ, ഒരു കന്യാസ്ത്രീയാക്കി. ബട്ട് വാട്ട് ഡിഡ് എൽഷബ ഡു? എൽഷബ കുറച്ചൊക്കെ അതിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൽഷബ ഈസ് ആക്ച്വലി എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഒരു അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിട്ട് പോലും ഷീ മാനേജ് ടു ഗെറ്റ് എ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോബ്. എങ്ങനെ ഒരു ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോബ് കിട്ടി. ജോബ് കിട്ടിയതുകൊണ്ട് ഷീ ലെഫ്റ്റ് ഹെർ ഹോം. ആ ഒരു പാട്രിയാർക്കൽ ഡൊമിനൻസുള്ള വീട് വിട്ടിറങ്ങി അവൾ. ഓക്കെ, സോ ഷീ ഹാഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ദിസ് പാട്രിയാർക്കൽ ഡൊമിനൻസ് എന്ന് പറയാം, അതിനെതിരെ പോരാടി എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. Eldest daughter of Peter, Dinamma, was made Lord's bride by her father. She became a nun. She did not have the freedom to choose her life. It depicts patriarchal dominance. Father is the decision maker.
അപ്പോൾ ഈ ആൻസർ നിങ്ങൾക്ക് 3 പാരഗ്രാഫാക്കി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാരഗ്രാഫിൽ ഏത് വർക്കാണ്, ആ വർക്കിൻ്റെ ഒരു തീം, കാര്യങ്ങൾ പറയാം, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും. സെക്കൻഡ് പാരഗ്രാഫിൽ ദീനമ്മേൻ്റെ ഒരു റെസ്പോൺസ് ടു പാട്രിയാർക്കൽ ഓപ്പറേഷൻ പറയാം. തേർഡ് പാരഗ്രാഫിൽ എൽഷബയുടെ റെസ്പോൺസ് ടു പാട്രിയാർക്കൽ ഓപ്പറേഷൻ പറയാം, കൺക്ലൂഡ് ചെയ്യാം. നൗ ദീനമ്മേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സെക്കൻഡ് പോയിന്റ്, എൽഷബ. Whereas Elshaba, we can say, has fought a bit against patriarchal dominance. She left home, she got a clerk cum typist job, which was a lifesaver for her to escape from her home. Both these characters have responded to the patriarchal dominance differently. Deenamma turned out to be a victim. She did not show the courage to live the life she loved. But Elshaba managed to get a job and leave the house. ദീനമ്മ ഒരു വിക്റ്റിമായി, എൽഷബ ജോലിയൊക്കെ വാങ്ങി വീട് വിട്ടിറങ്ങി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് സം ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഫാമിലി ഇങ്ങനെയൊക്കെ ആയതൊക്കെ അവളെ ഉള്ളിൽ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഹാർട്ടിൻ്റെ സ്ഥാനത്ത് അവൾക്ക് കല്ലായി പോകുന്നതൊക്കെ. ഓക്കെ, നൗ ഓക്കെ ഫൈൻ. നൗ എസ്സേ ക്വസ്റ്റ്യൻ, 2 എസ്സേ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. First question, discuss the emotional and psychological impact of childhood trauma in The Rock. The Rockലെ ചൈൽഡ്ഹുഡ് ട്രോമ, അതിൻ്റെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ പറ്റി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വി ഓൾ നോ ചൈൽഡ്ഹുഡ് ട്രോമ. ഒരാളുടെ ചൈൽഡ്ഹുഡാണ് അയാളുടെ ലൈഫിലെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യുന്നതെന്നൊക്കെ പറയാം. ചൈൽഡ്ഹുഡ് പോയാൽ, ബാല്യം നന്നായാൽ എല്ലാം നന്നായി, ബാല്യം പോയാൽ എല്ലാം പോയി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, childhood trauma can have a long-lasting impact on a person's emotions and psychology and can affect their entire life. childhood trauma ഒരാളെ entire ലൈഫിൽ എഫക്റ്റ് ചെയ്യാം അല്ലേ. In The Rock, it depicts the childhood trauma Elshaba has gone through. The protagonist and narrator is Elshaba, and her father and mother did not lead a beautiful life. They always quarreled, and the main reason was that her father is a drunkard and does not care for his family. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ സെൻറ്റൻസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, സോ റിമെമ്പർ ദീസ് പോയിൻറ്റ്സ്. എൽഷബയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് എഴുതുക. ഫാദർ ആൻഡ് മദർ ഡിഡ് നോട്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഡ്യൂ ടു ദിസ്, her house was not a happy place, and her childhood too. The childhood trauma Elshaba had gone through makes her a different person. She is jealous and has pain in her heart when her colleague Mridula describes how caring and loving her father is. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തതാ അല്ലേ. മൃദുല അവളുടെ ഫാദർ ഇത്ര കെയറിങ് ആണെന്നൊക്കെ പറയുമ്പോൾ it hurts Elshaba more. Elshaba has now escaped from her house and family but could not live a happy life. എൽഷബ വീട് വിട്ട് ഇറങ്ങിയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു ഹാപ്പി ലൈഫല്ല. സ്റ്റിൽ ഹർ ചൈൽഡ്ഹുഡ് ട്രോമ ഇസ് ഹോണ്ടിങ് ഹർ. ചൈൽഡ്ഹുഡ് ട്രോമ ഇപ്പോഴും അവളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൃദുല ഈ സ്റ്റോറി പറയുമ്പോൾ ഒക്കെ ഇറ്റ് എഫക്ട്സ് ഹെർ എ ലോട്ട്. ഇറ്റ് എഫക്ട്സ് ഹെർ ഫോർമേഷൻ ഓഫ് സെൽഫ്ഹുഡ്. അതൊക്കെ എഴുതാം. ഓക്കെ, psychologically and emotionally, the childhood trauma will always be a mark on her life. It is not easy to get out of the psychological emotional damage occurred to her. ചൈൽഡ്ഹുഡ് ട്രോമേനെ പറ്റി നിങ്ങൾക്ക് യുവർ ഓൺ യൂസ് ചെയ്തെങ്കിൽ അതും എഴുതാം. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ, critically analyze how The Rock addresses themes of female autonomy, sacrifice and resistance. സിമിലർ കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, സെയിം സോർട്ട് ഓഫ് ആൻസേഴ്സ് ആണ്. എന്താ ചോദിച്ചേ? ദ റോക്കിൽ ഫീമെയിൽ ഓട്ടോണമി, സാക്രിഫൈസ്, റെസിസ്റ്റൻസ്, ഈ തീംസിനൊക്കെ പറ്റി അനലൈസ് ചെയ്യാൻ. ഫീമെയിൽ ഓട്ടോണമി വരുന്നത് എവിടെയാ? എൽഷബ അല്ലേ. എൽഷബ ഷീ ലീവ്സ് ഹർ ഹൗസ് ആൻഡ് ഡിസൈഡ്സ് ടു ലിവ് ഇൻഡിപെൻഡൻ്റ്ലി. അവിടെ ഫീമെയിൽ ഓട്ടോണമി വരുന്നു. ദെൻ സാക്രിഫൈസ്, എൽഷബ ഹാസ് സാക്രിഫൈസ് ഹെർ ചൈൽഡ്ഹുഡ്. ദീനമ്മ അവിടെ സാക്രിഫൈസ് ചെയ്തൂലേ. ദീനമ്മ ഹാസ് സാക്രിഫൈസ് ഹെർ ലൈഫ്. അവളോട് ആരും ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. നോബഡി കെയർഡ് ഫോർ ഹെർ ഒപ്പീനിയൻസ്, ഹെർ വിഷസ്. ആൻഡ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ മദർ എൽഷബ ഒക്കെ റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണ് എല്ലാവരും. എന്ത് റെസിസ്റ്റ് ചെയ്യുക? പാട്രിയാർക്കൽ ഡൊമിനൻസും ഒക്കെ. ഓക്കെ,
So, The Rock, short story by Gracie, addressed the themes of female autonomy, sacrifice, and resistance. The protagonist Elshaba is an example of female autonomy and resistance. Elshaba female autonomy ക്ക് ഒരു example ആണ്. Whereas her sister Dinama is an example for sacrifice. So this work deals with the patriarchal dominance and the childhood trauma that the protagonist had to face due to her father's actions. ഫാദറിൻ്റെ ആക്ഷന് കാരണം ഒരു ചൈൽഡ് ഫേസ് ചെയ്യുന്ന ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെയാണ് ഇതിൽ വരുന്നത്. Peter is the father of Elshaba and Elshaba is having an elder sister named Dinama. Peter made Dinama Lord's bride. ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളല്ലേ. ദീനാമനെ ലോർഡിൻ്റെ ബ്രൈഡാക്കി, which was done forcefully. Dinama has sacrificed her life for her father. ആ ടോട്ടൽ സ്റ്റോറി ഇതിൽ എഴുതാൻ പറ്റും. As her father did not have money to make the marriage of Dinama, he decided to make her a nun. ദീനാമേനെ ആക്ച്വലി നല്ല ഉദ്ദേശത്തോടുകൂടി പള്ളിക്ക് കൊടുത്തതല്ല. കല്യാണം നടത്താനൊന്നുള്ള പൈസ ഇല്ല. ഫാദർ അങ്ങനെയൊന്നും കെയർ ചെയ്യാത്തൊരാളായതുകൊണ്ട് അവസാനം ഒരു ആക്കേണ്ടി വന്നതാണ്. അതിനും ഫാദർ ഡസ് നോട്ട് കെയർ. ഓക്കെ. Whereas Elshaba managed to get a job as a clerk cum typist and leave the house for freedom. She escaped to her job area. She has attained autonomy but still going through some of the trauma she had faced in her childhood. ഒരു ഓട്ടോണമി കിട്ടിയിട്ടുണ്ട്, but still ചൈൽഡ്ഹുഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. She resisted patriarchal dominance by leaving the house. അവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. Her mother has sacrificed her life. So we can say that the story depicts themes of female autonomy, resistance and sacrifice. അപ്പോൾ ഫീമെയിൽ ഓട്ടോണമിക്കും റെസിസ്റ്റൻസിനും സാക്രിഫൈസിനും ഒക്കെ ഈ സ്റ്റോറിന് എക്സാമ്പിൾസ് സ്റ്റേറ്റ് ചെയ്യുക. സ്റ്റോറി എന്താണെന്നുള്ളത് പറയുക, എക്സാമ്പിൾസ് സ്റ്റേറ്റ് ചെയ്യുക, ആൻഡ് ഫൈനലി കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ. ദെൻ ആക്ടിവിറ്റീസ്. പിന്നെ ടെക്സ്റ്റിൽ 2 ആക്ടിവിറ്റീസും വരുന്നുണ്ട്. അത് പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ലല്ലോ. കൺവേർട്ട് ദ സ്റ്റോറി ഇൻ ടു സീക്വൻസ് ഓഫ് ഡയറി എൻട്രീസ്. സീക്വൻസ് ഓഫ് ഡയറി എൻട്രീസ് ആയിട്ട് ഈ സ്റ്റോറി എഴുതാൻ എൽഷബയുടെ വ്യൂവിൽ എൽഷബ എഴുതുന്ന ഡയറി, ദീനമ്മ എഴുതുന്ന ഡയറി, മദർ എഴുതുന്നത്, പീറ്റർ എഴുതുന്നത്, മൃദുല എഴുതുന്നത്, ഡോക്ടർ എഴുതുന്നത്, ഓരോരുത്തരുടെ വ്യൂവിലും സ്റ്റോറി വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, എ ബിറ്റ് ഡിഫറെൻറ്റ്. Then conduct a discussion in the class on the impact of societal expectation and gender roles. Okay, societal expectation, gender roles, patriarchal dominance, ഇതൊക്കെയാണ് അപ്പം The Rockലെ തീം വരുന്നത്. So go through these points, remember the points so that you can answer any question asked from this chapter. Okay, so that's all about the exercise of the chapter The Rock by Gracie. Thank you.